ബീജം നോക്കുന്നത് സ്വയംഭോഗം ചെയ്തിട്ട് എടുത്തു തരികയാണ്. അതെ അതെ. ആ സ്വയംഭോഗം ചെയ്യുന്നത് അയാളുടെ മനസ്സിൽ എന്തായിരുന്നു, എത്രത്തോളം നല്ലതായിരുന്നു. ആ കളക്ഷൻ ഈസ് ബ്ലഡ് നോക്കുന്നത് മാതിരിയല്ല. ഓ ഓക്കെ. ആ സമയത്ത് അയാളുടെ മെൻ്റൽ നേച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, അയാൾ ടെൻഷനിലാണ് എടുത്തതെന്ന്, അതനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. ആണല്ലേ? വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കാര്യമില്ല. ഓക്കെ ഓക്കെ. എന്തിനാ പ്ലാൻ ചെയ്യുന്ന സെക്സ്? ഭാര്യയും ഭർത്താവും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ. കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുക, അല്ലാണ്ട് ബന്ധപ്പെടുമ്പോൾ കുട്ടികൾ ഉണ്ടാവണമെന്നല്ല. നാച്ചുറൽ പ്രോസസ് മാറി ടോട്ടലി മാറി. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ബിഗ് ഡാമേജ് ഡൺ ടു ദി യങ് കപ്പിൾ നൗ. വെരി വാം വെൽക്കം സർ, നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഒരുപാട് വർഷമായിട്ട് ഹെൽത്ത് സെക്ടറിലുള്ള ഒരാളാണ് സർ, ഒരുപാട് എക്സ്പീരിയൻസസ് ഉള്ള ആളാണ്. സോ ഇത്രയും വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? പ്രൊഫഷണലി ഞാൻ വളരെ ലക്കി ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്, ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ. 48 വർഷമായിട്ട് ഞാൻ ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈനക്കോളജിസ്റ്റിൽ മിക്കവാറും എല്ലാ ഫീൽഡിലും പരിചയപ്പെടാനും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടുണ്ട്. സാധാരണ പ്രസവം മുതൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് സ്പെഷ്യാലിറ്റികൾ, ലാപ്രോസ്കോപ്പി, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, ഫീറ്റൽ മെഡിസിൻ, ഈ എല്ലാ ഫീൽഡുകളും തന്നെ പറയാം, ഹെഡായിട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഇൻഫെർട്ടിലിറ്റി, ഫീറ്റൽ മെഡിസിൻ ഇതൊക്കെ ഉള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സസ് ഉള്ള നാഷണൽ ബോർഡിൻ്റെ ഒരേ ഒരു സെൻ്ററാണ് എടപ്പാൾ ഹോസ്പിറ്റൽ. ഓ ഓക്കെ. അപ്പോൾ ഒരു ഹാപ്പി ഡോക്ടറാണ് ഡോക്ടർ. തീർച്ചയായിട്ടും. ശരി. ആൻഡ് നമ്മളിപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിലൂടെയൊക്കെയാണ് ആൾക്കാർക്ക് നമ്മൾ ഇൻഫർമേഷൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർ എത്രത്തോളം ഈ ഒരു മാറ്റത്തിനെ നോക്കി കാണുന്നുണ്ട് സർ? അങ്ങനെ ഒരു ഇതിലോട്ട് എനിക്ക് എന്തോ അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. ഓക്കെ. താല്പര്യത്തിൻ്റെ കാര്യമല്ല, എന്നെ അറിയപ്പെടാതിരിക്കാൻ എനിക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനൊരു ഇതിലോട്ട് ഞാൻ ഇങ്ങനെ എന്തുകൊണ്ടോ എനിക്കത് അങ്ങനെ സാഹചര്യം വരാഞ്ഞിട്ടാണോ, അതെനിക്കങ്ങനെ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്താന്ന് പറഞ്ഞൂടാ. അത് അങ്ങനത്തെ ഒരു ലൈനിലോട്ട് ഞാൻ ആലോചിക്കാറില്ല. ശരി. അപ്പോൾ ഡോക്ടറിന്റെ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഫുൾ ഗൂഗിളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരാറുണ്ടോ? അത് എനിക്ക് അറിഞ്ഞൂടാ, ഉണ്ടായിരിക്കാം, ഉണ്ടെന്നാണ് തോന്നുന്നത്. ശരി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ദൂരെയുള്ള പേഷ്യൻസ് ഒക്കെ ഒരുപാട് വരുന്നതല്ലേ. അവർ ഹോസ്പിറ്റലിൻ്റെയും പണ്ട് ഞങ്ങളുടെ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് പലപ്പോഴും എന്നെ കണ്ടു പോയിട്ട് ചികിത്സിച്ചിട്ട് ശരിയായിട്ടില്ല, പേഷ്യൻ്റ് ടു പേഷ്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവരതാണ് കൂടുതലൊരു വിശ്വാസത്തെയും അതായിരിക്കും, ഒരു മൗത്ത് പബ്ലിസിറ്റി എന്നൊക്കെ പറയാം അല്ലേ? അതെ, തീർച്ചയായും. സോ വിശ്വാസം ഒരു വലിയൊരു ഫാക്ടറാണ് സർ അല്ലേ, നമ്മളൊരു ഹെൽത്ത് സെക്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റിനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ IVF എന്ന് പറയുന്ന ഒരു സാധനം നമ്മളിപ്പോൾ ഒത്തിരി വീഡിയോസും അല്ലെങ്കിൽ റീൽസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ IVFിലേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മളൊരു IVF ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് IVF എന്ന് നമുക്ക് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം സർ? IVF എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എഗ്ഗും ബീജവും പുറത്ത് വെച്ച് ഒരു കുട്ടിയാക്കിയതിന് ശേഷം ഗർഭപാത്രത്തിലേക്ക് വെക്കുന്ന, അവിടെ ഇരുന്ന് കുട്ടി വളരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് പേഷ്യൻറ്റിന് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അല്ല അങ്ങനെ കൃത്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഡെഫിനറ്റായിട്ട് ചില കാര്യങ്ങളിൽ നമുക്ക് നേരത്തെ തന്നെ അത്തരം ഡിസിഷൻസ് എടുക്കാൻ പറ്റും. പേഷ്യൻ്റ് ആദ്യമായിട്ട് വരുമ്പോൾ തന്നെ IVF ചെയ്യേണ്ട പേഷ്യൻ്റ് ആണെന്ന് പറയാം. ഇത് നിങ്ങൾക്ക് നോർമലായിട്ട് ഗർഭിണിയാവാൻ സാധ്യത കുറവാണെന്നുള്ളത്. ചിലപ്പോൾ അതൊരു ടൈം ഫാക്ടർ അല്ല, ചിലപ്പം വൈ ഇറ്റ് ഈസ് ടു ബി ഡൺ. ആ പേഷ്യന് വേറെ മാർഗമൊന്നുമില്ലെങ്കിൽ IVF അല്ലെങ്കിൽ ICSI ചെയ്തേ പറ്റൂ. അത് ചിലപ്പോൾ ഒരു കൊല്ലോ കഴിഞ്ഞിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നിയമം. പക്ഷെ അത് ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും ഗർഭിണി ആവില്ല എന്ന് തീർച്ചയാണെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്യാതിരിക്കും നല്ലത്. ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് IVF ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു കൺസെപ്റ്റ് ശരിയല്ല. അവർക്ക് അതാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്, അതാണ് അങ്ങനെ പറയുന്നതായിരിക്കും കൂടുതൽ ശരി. അപ്പോൾ ഒരു കപ്പിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിനെ മീറ്റ് ചെയ്യണം എന്നുള്ളത് എത്രയാണ്? അല്ല, അത് അവർ പറയുന്നത് നമ്മൾ ഒരുമിച്ച് ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് 1 വർഷത്തോളം താമസിച്ച് നോർമലായിട്ട് ഗർഭിണിയാവാത്ത ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുന്നതാണ് സയൻറ്റിഫിക്കലി പ്രോട്ടോകോൾ. ഓക്കെ. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു പേടി ഉണ്ടായിരിക്കും, ഈ ഒരു IVFിൻ്റെ സൈക്കിൾ എത്രത്തോളം നീണ്ടുപോകും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര സമയം എടുക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റിന്? അല്ല, സമയം ഒരു മാക്സിമം 4 to 6 weeks ആണ് സാധാരണ ഒരു IVF സൈക്കിൾ എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ ശരി. അപ്പോൾ IVF-ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ കപ്പിൾസിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കും, നമുക്ക് പെയിൻ ഉള്ള ഒരു പ്രൊസീജിയർ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവോ, അങ്ങനത്തെ ഒരു കൺസേൺ ഒക്കെ ഉള്ളവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ അതിനേക്കാൾ കൂടുതൽ ഈ ഇതിന് വരുന്ന പേഷ്യൻസ് പലപ്പോഴും ഒരു ലാസ്റ്റ് ഫേസിൽ ലാസ്റ്റ് ചാൻസ് പ്രഗ്നൻസി ആവാനുള്ള ഇത് വിചാരിച്ചിട്ട് വരുന്നതാണ്. അതിൻ്റെ ഒരു ആങ്സൈറ്റിയാണ് മെയിനായിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ സാധാരണ ട്രീറ്റ്മെൻറ്റിനേക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണ് അത്. കാരണം ഈ ഒരു 1.5 lakhs to 2 lakhs ആണ് ആവറേജ് കോസ്റ്റ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇത് പിന്നെ അത് ചെയ്തിട്ടും ഈ IVF-ൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് എത്രത്തോളം അത് ശരിയാവും എന്നുള്ളത് ഒരിക്കലും നമുക്ക് 100% എന്നുള്ളതിനെ പറ്റി പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. അത് ഡിപ്പെൻസ് വൈ വി ആർ ഡൂയിങ്, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ പേഷ്യൻറ്റിൻ്റെ എഗ് എങ്ങനെയുണ്ട്, യൂട്രസ് എങ്ങനെയുണ്ട്, സ്പേമിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അവർക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ജനറ്റിക് ഡിസീസസ് ഒക്കെ എങ്ങനെയുണ്ട്, ഇത്രയും കാര്യങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രായം ഇതും കൂടിയൊക്കെ ആശ്രയിച്ചിട്ടായിരിക്കും പലപ്പോഴും സക്സസ് റേറ്റ് വരുന്നത്. അത് ചിലപ്പോൾ 1% അല്ലെങ്കിൽ 0% മുതൽ 50-60% വരെ മാക്സിമം കിട്ടുള്ളൂ. അത് ഒരിക്കലും 100% ഈ ട്രീറ്റ്മെൻറ്റ് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശരിയാവുമെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസേൺ ടു ദ പേഷ്യൻറ്റ്. പൈസയോ അല്ല ശരിക്കും പറഞ്ഞാൽ, അത് ശരിയാവാതെ ആവുന്നില്ല എന്നുള്ളതാണ്. എത്രത്തോളം ശരിയാവും എന്നുള്ളത് പേഷ്യൻറ്റിന് അതാണ് ഏറ്റവും വലിയ കൺസേൺ. ഒരു 1.5 lakhs എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കാലത്ത് അതൊരു വലിയൊരു എമൗണ്ട് ഒന്നല്ല. ഈവൻ ലൈമാൻ ക്യാൻ ഡു ഇറ്റ്. പക്ഷെ ഒരു 15-20 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരാൾ IVF ചെയ്ത് അവരൊരു ലാസ്റ്റ് ചാൻസ് ആണ് ഗർഭിണിയാവാനായിട്ടുള്ളത്. അവർക്ക് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മെൻ്റൽ ട്രോമ, പ്രോബ്ലി ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. പിന്നെ അതിൻ്റെ ഒരു ടെൻഷൻ, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പോകുന്ന ഇത് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ നാട്ടുകാരൊക്കെ വന്നു എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരോട് എല്ലാവരും ഒരു മറുപടി പറയാനുള്ള ഒരു ടെൻഷൻ, ദിസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇതിൻ്റെ കോസ്റ്റോ അതിനേക്കാൾ കൂടുതൽ ഒരു സോഷ്യൽ പ്രഷർ ഭയങ്കരമായിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. അല്ലാതെ ഈ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ സാധാരണഗതിയിൽ ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നും പറയാനായിട്ട് പല കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു IVF-ന് വേണ്ടി ഒരു കപ്പിൾ ഡോക്ടറിനെ എടുത്ത് വരുന്ന സമയത്ത് ഏജ് എത്രത്തോളം അവരുടെ ഒരു ഫാക്ടറായിട്ട് മാറാറുണ്ട്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏജാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ. സ്ട്രേറ്റ് അവേ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ IVF ചെയ്യുമ്പോൾ അവരെ പ്രഗ്നൻസി ചാൻസസ് 5% ആയിട്ട് കുറയാണ്. അതേ സമയത്ത് നമ്മൾ 20-25 വയസ്സ് 30 വയസ്സിനിടയിൽ ചെയ്യുകയാണെങ്കിൽ ഇഫ് ഹെർ യൂട്രസ് ഈസ് ഓക്കെ, ഹെർ eggs are okay, she will get around 50-60%. That is the difference. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ ഒരു ഏജ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും മാക്സിമം ഹൗ മച്ച് വി ക്യാൻ ഹെൽപ്പ് ദം. അതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ ഈ പേഷ്യൻസും അത് കൺസേൺഡ് അറിഞ്ഞിരിക്കണം. കാരണം അവരുടെ ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പാടില്ല. ദോസ് അവർക്ക് IVF അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്ന ആളുകൾ ഒരു 30-35 ചെയ്തിരിക്കണം. IVF ആയാലും കുഴപ്പമില്ല, സർജറി ആയാലും കുഴപ്പമില്ല, വാട്ട് ഈസ് ദ റൈറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെല്ലാം ഒരു പരിധി വിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിത്തീരും, ചാൻസസ് കുറയും. അപ്പോൾ ഈ എഗ്സിൻ്റെ എണ്ണത്തിന് അതിൽ വലിയൊരു റോൾ ഉണ്ട്. എണ്ണവും ക്വാളിറ്റിയും ജനറ്റിക് മെറ്റീരിയൽ ഇൻ ദ എഗ്സ് വിൽ കം ഡൗൺ. ക്വാളിറ്റി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ കുറഞ്ഞു, നമ്പർ കുറയും. ആക്ച്വലി ദാറ്റ് ഈസ് ദ മോസ്റ്റ്. ഇപ്പം നമ്മൾ IVF ഒക്കെ ചെയ്യുമ്പോൾ ഫെയിൽ ആവുന്നതിൽ 80% എഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഈ എഗ്സിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അല്ല, അതിപ്പോൾ ഒരാളെ ചെറുപ്പക്കാരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് നോട്ട് പോസിബിൾ. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ശരി ശരി, ഓക്കെ. ആൻഡ് ഇപ്പോൾ ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു കപ്പിളിനെ ഡോക്ടർ ഓർത്തിരിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരാൾ? അങ്ങനെ എനിക്കങ്ങനെ പറയാറിഞ്ഞൂടാ. പക്ഷേ ഞങ്ങൾ തുടങ്ങുന്നത് 96-ലാണ്. 97 ഇറ്റ്സ് ഓൾമോസ്റ്റ് 28-29 ഇയേഴ്സ് മുമ്പാണ്. അന്ന് IVF ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ICSI ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻസ് പലരും ഒളിച്ചിട്ടാണ് വരിക, ആരും അറിയാതെ. സിനിമയ്ക്ക് പോകാമെന്നോ ഗുരുവായൂർ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവർക്കാർക്കും
അതിൽ അറിയാൻ ഇഷ്ടമില്ല, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എന്തോ അവർ ആൾക്കാരെ കൺസേൺ വെച്ചാൽ സ്വന്തമായിട്ടുള്ള എഗ് ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്പേം ഉപയോഗിച്ചിട്ടായിട്ടുള്ള ഈ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, എന്തോ വട്ടെവർ ഇറ്റ് ഈസ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ഞങ്ങൾക്കൊരു പ്രഗ്നൻസി വരെയാണ്. ആദ്യത്തെ ബേബി ഞങ്ങളുടെ അവിടുത്തെ ഇക്സി ട്രീറ്റ്മെൻറ്റ്, കേരളത്തിലെ ആദ്യത്തെ ബേബി എന്ന് പറയായിരിക്കും ചെയ്തത്. അവർ വയനാട് ഭാഗത്തുള്ള ഒരു പേഷ്യൻ്റാണ്, മീൻസ് വയനാടല്ല, സോറി, കോഴിക്കോടപ്പുറത്താണ് അവർ. ഓക്കെ. അവർ വന്നിട്ട് ചെയ്തു പോയി. ഞാൻ കാലിക്കറ്റാണ് പോകാറുണ്ട്. അപ്പോൾ അവർ പേഷ്യൻ്റ് അവിടെ വന്ന് എന്നെ കാണിച്ചു. ഫസ്റ്റ് റിസൾട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരികയാണ്, ഫാത്തിമ ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡർ ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ട്. പേഷ്യൻറ്റിനെ എൻ്റെ കൊളീഗ് സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പുറത്തിറങ്ങുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ, ഷീ ഡസൻ നോ ദാറ്റ് ഇറ്റ്സ് എൻ IVF പ്രഗ്നൻസി. ഓക്കെ. അപ്പോൾ പറഞ്ഞു, ഇത് ഇങ്ങനെ സാറിൻ്റെ പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, അത് നല്ല ബേബിയാണ്, ട്വിൻസ് ആണെന്ന് എൻ്റെ ഓർമ്മ, അല്ല സോറി, സിംഗിൾട്ടൺ തന്നെയാണ്, നല്ല പ്രഗ്നൻസിയാണ്, ഒരു കുഴപ്പമില്ല, 1.5 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കൊളീഗിനോട് പറയാണ്, യു നോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രഗ്നൻസി, ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്സി ബേബി ഓഫ് കേരള. ഓക്കെ. അത് കേട്ട് ഹസ്ബൻഡ് നിൽക്കുന്നുണ്ട്, ഷീസ് എ ടീച്ചർ. അത് കഴിഞ്ഞ് മരുന്നൊക്കെ എഴുതി വാങ്ങിച്ചിട്ട് പോയിട്ടൊരു 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് പറയുന്നു, സാർ അബോർഷനായി. അയ്യോ. അത് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു കാര്യമായിരുന്നു. ഞങ്ങൾ മാക്സിമം കെയർ കൊടുത്ത് നോർമലായിട്ട് പ്രസവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല സാറേ, പെട്ടെന്ന് അത് പെയിൻ വന്ന് ഞങ്ങൾ ബ്ലീഡിങ് ആയിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് അങ്ങനെ എന്തോ ഇയാൾ പറഞ്ഞാൽ എന്തോ ഒരു അപകടം മണത്തിന് അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കായിരുന്നു. ഏകദേശം ഒരു 7-8 വർഷത്തിന് ശേഷം ഞാൻ പേപ്പർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ. മോർണിംഗിൽ ബെറ്റി കഴിച്ചിട്ട് ഇങ്ങനെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു CIDയുടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുകയാണ് ഞാൻ. അപ്പം എനിക്ക് തോന്നി, ഇതിനെന്താ പറ്റിയെന്നുള്ളതൊന്നും അന്വേഷിച്ചാലോ. I asked him to go to their address and I could not tell why I want to know that. എനിക്ക് എൻ്റെ പേഷ്യൻ്റ് എന്നെ പോയിട്ട് എന്നെ മിസ് ചെയ്തു പോയി, അതെന്താണ് പറ്റിയതെന്ന് എനിക്കറിയണം, നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പറയാൻ പറഞ്ഞു. ശരി. നെക്സ്റ്റ് ഡേ ഇറ്റ്സെൽഫ് ഹി വെന്റ് ആൻഡ് സോ ദാറ്റ് ദേ ഡെലിവേർഡ് എ ബേബി അറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ബേബി മെമ്മോറിയൽ ദേ ഡസൻ വാണ്ട്, അവർ പബ്ലിസിറ്റി പേടിച്ചിട്ട് അവരെ അവോയ്ഡ് ചെയ്താണ് ആക്ച്വലി. പ്രോബ്ലി അത് ആരും CIDനെ വിട്ടിട്ട് ആരും ഇന്നത്തെ കാലത്ത് ലോകത്തിൽ ആരും അങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നിന്ന് ചേഞ്ച് ചെയ്ത് ഇപ്പം ഇറ്റ് ഈസ് സോ കോമൺ ഇപ്പോഴും. പക്ഷേ ട്രീറ്റ്മെൻറ്റ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് വരുന്നത് അവർക്ക് പലപ്പോഴും കപ്പിൾസ് വീട്ടുകാരോ നാട്ടുകാരോ അറിയാതെയാണ് വരുന്നത്. പക്ഷേ ഇന്നവേ എനിക്ക് തോന്നുന്നു ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് പാരൻസും അല്ലെങ്കിൽ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഇങ്ങനെ അവരുടെ കാര്യത്തിൽ അൺനെസറി ആയിട്ട് അവരെ ബോദർ ചെയ്യാതിരിക്കാൻ നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം ദാറ്റ് വിൽ ഗീവ് ദം മോർ ടെൻഷൻ. ഞാൻ എപ്പോഴും എൻ്റെ പേഷ്യനോട് പറയാറുള്ള ഒരു കാര്യം, ഇപ്പോൾ വി വിൽ കൗൺസിൽ ദം, അത് നിങ്ങൾക്ക് ഇതാണ് പ്രോബ്ലം, ഇന്നതൊക്കെയാണ്, ഇന്ന ട്രീറ്റ്മെൻറ്റാണ് വേണ്ടി വരിക, ശരിയാവാം, ശരിയാകാതിരിക്കാം, പിന്നെ ശരിയാകാതിരിക്കുന്നത് ഇന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ ബെസ്റ്റ് വാട്ട് വി ക്യാൻ ഡു ഇത്രയാണ്. അത് നിങ്ങളുടെ കുഴപ്പം മാത്രമല്ല, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അത്രയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. ഐ യൂസ് ടു ബി വെരി ഫ്രാങ്ക് വിത്ത് ദം, മറ്റ് എത്ര ആവണം, എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ഫൈനലി ഐ വിൽ ടെൽ ദം ദിസ് ഈസ് എ പേഴ്സണൽ ടോക്ക് ആൻഡ് ഐ ആം സപ്പോസ് ടു ടെൽ യു വാട്ട് ഈസ് ദ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് what are your problems, but that does not mean that somebody else should not know about that. That will give you them unnecessary tension. ഇതിപ്പോൾ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഹസ്ബൻഡിന് സ്പേം വളരെ കുറവായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വരികയാണ്, അവർ IVF ചെയ്യാൻ വിചാരിച്ചോളൂ. ഈ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അച്ഛനും അമ്മയും വീട്ടുകാരും ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നത് എന്താ എൻ്റെ കുഴപ്പമെന്ന്. അപ്പോൾ സ്പേം കുറവാണെന്ന് പറയും. അച്ഛനമ്മ എന്ത് ചെയ്യും, അച്ഛനമ്മയും പരിചയമുള്ള ഡോക്ടർമാരും ഫ്രണ്ട്സിനൊക്കെ സ്പേം കുറവുള്ളതിന് എന്ത് വേണം ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ദാറ്റ് പർട്ടിക്കുലർ കപ്പിൾ വിൽ ബി ഇൻ എ ലോട്ട് ഓഫ് ടെൻഷൻ. പിന്നെ ഡോണർ ചെയ്യേണ്ട പല സിറ്റുവേഷൻസ് ഉണ്ടാവും, വേറെ സ്പേം ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും ബൈസ്റ്റാൻഡേഴ്സോ പാരൻസോ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും ആരോടും പറയുകയും ചെയ്യരുത്, അവരറിയാനും പാടില്ല. ഒരു കാരണവശാലും അവർ പലരോടും അഭിപ്രായം ചോദിക്കരുത്.
മനസ്സിലായി. പിന്നെ അവർ പലപ്പോഴും ഡോക്ടർമാരുടെ അടുത്ത് പോയി കണ്ടോട്ടെ. പക്ഷേ അച്ഛനും അമ്മയും അമ്മമാരും ഫ്രണ്ട്സിനോടൊക്കെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ദേ ഹാവ് നോ കൺസേൺ. അവർ കാഷ്വലായിട്ട് പറയുന്നത്. അതെ അതെ അതെ. അവർ കറക്റ്റ് ഒരു പിക്ചറല്ല പേഷ്യൻസിനോട് കൊടുക്കുന്നതും. അൺനെസറി അത് അവർക്ക് കൂടുതൽ സ്ട്രെയിനായിട്ടും അവർ കൂടുതൽ അൺനെസറി ആയിട്ട് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജാണ്. പേഷ്യൻ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും അവരുടെ ഡിസിഷൻ ആയിരിക്കും. They can, if they don't like me or they don't believe me, they can go to another doctor. Exactly. That is different. Instead of some relatives going on asking all the details to different people. അതൊരിക്കലും അതൊരു കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്ന കാര്യം. പിന്നെ ഒരു പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെയ്യുക, എന്തായി നിർഭയം എന്തായി അങ്ങനെയൊക്കെ അങ്ങനെ ആർക്കാ കുഴപ്പം ഇതാണ് അവരുടെ ചോദ്യം. മനസ്സിലായോ? ദാറ്റ്സ് എ വെരി ബാഡ് തിങ് ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഈവൻ പാരൻസ് ഷുഡ് നോട്ട് ഇൻ്റർഫിയർ in the treatment of infertility. First of all, it is ഒരു ടെൻഷനാണ്. അവരെ സംബന്ധിച്ച് ഒരു കോംപ്ലക്സ് ആണ്. കുട്ടികളില്ലാത്ത ആരുടെ കുഴപ്പമായിക്കോട്ടെ, പക്ഷെ അവർ ദേ ആർ സംതിങ് ഇൻഫീരിയർ എന്നുള്ളൊരു ഫീലിംഗ് ഓൾറെഡി ഉണ്ട്. ദാറ്റ് വിൽ ഗിവ് മോർ സ്ട്രെസ് ടു ദം. ഒരിക്കലും അവർ ഇൻ്റർഫിയർ ചെയ്യരുത്. അതെ അതെ. പക്ഷേ ഈ സ്ട്രെസ് ഒരു വലിയൊരു ഫാക്ടറായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യാറുണ്ടോ ശരിക്കും? ഇൻഫെർട്ടിലിറ്റി കാരണം കൊണ്ട് ഇപ്പോൾ ഒരു ബാഡ് പേഷ്യൻ്റ് ആണ്, അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ആവാൻ ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾ പറയാതിരിക്കാൻ വയ്യല്ലോ. ദാറ്റ് വിൽ ഗിവ് ദം സ്ട്രെസ്. നേരെ ഓപ്പോസിറ്റും ഉണ്ട്. അന്നസറി വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യമില്ല. സ്ട്രെസ് ഒരു വലിയ റീസൺ ആണ്. അപ്പോൾ അത് സ്ട്രെസ് ഐദർ വേ. അവരുടെ അസുഖം ചാൻസ് കുറവാന്ന് പറയുമ്പോൾ നാച്ചുറലി ഇതുണ്ടാവും. ചില നേരെ ഓപ്പോസിറ്റാണ്. വെറുതെ ഭയങ്കര ടെൻഷൻ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബന്ധപ്പെടാൻ പോലും സമയം കിട്ടുന്നില്ല അവർക്ക് പിന്നെ എങ്ങനെ ഒരു ഗർഭിണിയാവും. അപ്പൊ നമുക്കിപ്പോ IVF ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ബേബി എന്ന് പറയുന്ന ഒരു ഗ്യാരണ്ടി നമുക്ക് എത്ര % കൊടുക്കാൻ പറ്റും? അങ്ങനെയില്ല, അങ്ങനെ പറയല്ല. ഹെൽത്തി ഇതുവരെ IVF ഫിക്സി ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരു അബ്നോർമൽ ബേബി ഉണ്ടായെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. വളരെ ലോ ചാൻസസ് ഉള്ളൂ. ഉണ്ടാവോ ഇപ്പം നോർമലായിട്ടും അബ്നോർമൽ ബേബീസ് ഉണ്ടാവല്ലോ. അത് ഇപ്പം നമ്മൾ IVF ചെയ്യുന്നത് പലപ്പോഴും 35, 40, 42 വയസ്സായിട്ടുള്ള അതും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ദർ ഈസ് നോ ഡിഫറൻസ് ആക്ച്വലി. അവരെന്തുകൊണ്ടാണ് അവർ ബേസിക് ആയിട്ടുള്ള അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതും കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് പെർ സേ ഹാസ് നോ അഡീഷണൽ റിസ്ക്. ശരിയാവില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പൊ അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അങ്ങനെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഐ തിങ്ക് അങ്ങനെ ഒരു ഹൈപ്പർ സ്റ്റിമുലേഷൻ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ എഗ്ഗ് കൂടുതൽ ഉണ്ടാവാനുള്ള മരുന്ന് കൊടുക്കും. നമ്മൾ ഉദ്ദേശം എന്ന് വെച്ചാൽ 10-12 എഗ്ഗ് ഉണ്ടാവാനാണ്. അതിന് പകരം എന്ത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന മറ്റു ചില സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ 10 പകരം 30-40 എഗ്ഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വയറിൻ്റെ ഉള്ളിലേക്ക് ഫ്ലൂയിഡ് വരുത്തുക, അങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ആയിട്ട് വളരെ റെയർ ആയിട്ടുണ്ടാവാം. അതല്ലാതെ വേറെ അങ്ങനെ മെയിൻ ആയിട്ടുള്ളത് ഫെയിലിയർ പ്രോബ്ലം, അതുകൊണ്ട് അവർക്കുണ്ടാവുന്ന മെന്റൽ ട്രോമ, പിന്നെ നാട്ടുകാരുടെ ചോദ്യം, ഈ 3 കാര്യങ്ങളാണ് അവർക്ക് കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ടിട്ടെങ്കിൽ ആൾക്കാർ അങ്ങനെ സ്ട്രെസ് കൊടുക്കാതിരിക്കട്ടെ സർ. തീർച്ചയായിട്ടും ബിഗ് അതൊരു ശരിക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. യു ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ ദ കപ്പിൾസ് അഫെയർസ്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ IVF-നെ പറ്റി നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, അതുപോലെ തന്നെ IUI-നെയും പറ്റി കേൾക്കാറുണ്ട്. ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ സർ? IUI എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ്. ഐ റിയലി സിൻസിയർലി ഫീൽ അതിന് വലിയൊരു റോളില്ല ഇൻ ഇൻഫെർട്ടിലിറ്റി. പണ്ടൊക്കെ അത് ബീജം കുറവുള്ളവർക്ക് ഒക്കെ ചെയ്തിരുന്നതാണ്. നൗ ഇറ്റ് ഈസ് പ്രൂവ്ഡ് ആക്ച്വലി ഇറ്റ് ഈസ് ഓഫ് നോട്ട് മച്ച് യൂസ് ഫോർ പിന്നെ ബന്ധപ്പെടാൻ പറ്റാത്തവർക്ക്. IUI എന്ന് പറഞ്ഞാൽ ബീജം ഉള്ളിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കുന്നതാണ്. ബന്ധപ്പെടാൻ എന്തെങ്കിലും കഴിവുകളുള്ളവർക്ക് അത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ബീജം ഇല്ലാത്ത വേറെ ബീജം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കല്ലേ, അത് ബന്ധപ്പെട്ടിട്ട് ഉള്ളിലോട്ട് എത്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് IUI ചെയ്യാം. പിന്നെ ചിലവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ ചില പർട്ടിക്കുലർ ചെറിയ ഈ എഗ്ഗ് ഉണ്ടാവാനായിട്ട് ഒരുപാട് മരുന്നുകൾ കൊടുത്തിട്ട് അണ്ടുണ്ടാവുന്ന സമയത്ത് കുറേ ദിവസങ്ങൾ ഇഞ്ചക്ഷൻസും മരുന്നും കൊടുത്തിട്ട് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഗർഭിണി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ബീജ ഉള്ളിലോട്ട് കുറച്ചും കൂടി അടുപ്പിച്ച് ഇട്ട് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. IVF എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം അത് ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ കുറച്ച് പൈസ കുറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത് IVF ആണെന്നുള്ളൊരു
ഉള്ള ഒരു മെൻ്റലി അവർ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പലപ്പോഴും. ശരി ശരി. IVF ചെയ്യുന്നേക്കാൾ മുമ്പ് പേഷ്യൻ്റ് മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറ്റിയില്ലെങ്കിൽ IVF ചെയ്യാം എന്നുള്ള. ഓക്കെ. അപ്പൊ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറച്ച് കുറവാണ്. വളരെ കുറവാണ്. ഓ ഓക്കെ ഓക്കെ. വളരെ ഒരു IVF ചെയ്യുന്നതിന് ഒരു 10,000-15,000 റുപ്പീസ് വരുമ്പോൾ ഒരു 10% പോലും വരില്ല. ശരി. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് ഓൾസോ ഇസ് ലെസ് ദാൻ 10%. അതെ. ടെക്നിക്കലി IUI അങ്ങനെ IVF നമ്മൾ IVF നമ്മുടെ IUI എന്ന് പറഞ്ഞാൽ ബീജം കുത്തിവെക്കുന്ന അതിന് വളരെ ചുരുക്കം ഇൻഡിക്കേഷനേ ഉള്ളൂ. ഇതുപോലെ ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയുള്ള ആൾക്കാർക്ക്, അതുപോലെ ഈ വേറെ ബീജം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ വേറെ ദർ ഇസ് നോ അതർ വേ. സ്വന്തമായിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലല്ലോ. അല്ലാണ്ട് ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ഒരു നല്ല വലിയൊരു ബെനിഫിറ്റുള്ള ട്രീറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കി കഴിഞ്ഞാൽ കുട്ടികൾ വേണ്ട എന്ന ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരും ഉണ്ട്, ഒത്തിരി പേരുണ്ട്. ആൻഡ് ഈ സ്പേം ഡൊണേഷനിലേക്കൊക്കെ യങ്സ്റ്റേഴ്സ് ഒരുപാട് കടന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ സാറിന്? ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റെഗുലേഷൻ നിയമം അനുസരിച്ചിട്ട് സ്പേം എഗ്ഗ് ജീവിതത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. സെക്കൻഡ് ടൈം അയാൾക്ക് സ്പേം കൊടുക്കാം. ആധാർ കാർഡിൻ്റെ നമ്പർ വരെ ഉണ്ടാവും നമ്മൾ കൊടുക്കുന്ന സ്പേമിൻ്റെ കൂടെ. ഓക്കെ. അപ്പോൾ അവർക്കങ്ങനെ രണ്ടാമത് കൊടുക്കുന്ന പ്രശ്നം ഒരിക്കുന്നില്ല. ലീഗലി ഇറ്റ് കാനോട്ട് ബി ഡൺ. ശരി ശരി. ഓക്കെ. നമ്മളിപ്പോൾ സ്പേമിൻ്റെ ഒരു ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൗണ്ടിനെ പറ്റി സംസാരിക്കുമ്പോൾ പൊതുവേ അതിൻ്റെ ഒരു കുറവിനുള്ളൊരു റീസൺ എന്തായിരിക്കും? ആ ഒരു ഹെൽത്തിൻ്റെ ഒരു കുറവിന്, സ്പേമിൻ്റെ ഹെൽത്ത്. സ്പേമിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ബീജം പരിശോധിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരു മില്യൺ, നമ്മളൊരു നല്ലതെന്ന് പറയുക ഒരു 10 മില്യൺ 15 മില്യന് മേലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ട്രക്ചറലി നോർമൽ നല്ല ഹെൽത്തി ആയിട്ട് ഓടിക്കളിക്കുന്ന സ്പേം ഒക്കെ വേണമെന്നാണ് പറയുക. പക്ഷെ ഒരിക്കലും ഈ സെമൻ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈവൻ അതിലിപ്പോൾ 10-20 മില്യനുള്ള ഒരു സ്പേമിന് ഒരു സ്പേം നല്ലതുണ്ടായാലും പ്രഗ്നൻസി കിട്ടാം. അപ്പോൾ ഒരിക്കലും ടോട്ടലി ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ. ഈവൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വരെ പണ്ടൊക്കെ നമ്പർ പറയുമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് ദർ ഈസ് നോ അപ്പർ ലിമിറ്റ് ഓർ ലോവർ ലിമിറ്റ് ഓഫ് സെമൻ പാരാമീറ്റേഴ്സ്. ഇത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവില്ല എന്നോ ഇത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവുമെന്നോ പറയാൻ ഒരിക്കലും പാടില്ല എന്ന് പറയും. ഈവൻ നല്ല കൗണ്ടുള്ളവരും ഹെൽത്തി സ്പേം ആണെന്ന് പറയാൻ പാടില്ല. അത് പുറമെ കാണുന്ന ഒരു ടെസ്റ്റ് നോക്കിയിട്ട് ഇതെല്ലാം കൊണ്ടും നല്ല സ്പേമാണ്, ഇത് ഷുവറായിട്ടും ഗർഭിണിയാവുമെന്ന് ഒരിക്കലും അസസ് ചെയ്യാൻ പാടില്ല എന്നാണ്, പറ്റില്ല എന്ന് പറയാം. നമ്മളറിയാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവാം ഒരിക്കലും. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇത് സ്പേം വളരെ കുറവാണ്, വേണ്ട, ആവില്ല എന്ന് പറയാൻ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു കമ്മിറ്റ് ദാറ്റ്. കുറവാണ്, ചാൻസ് കുറവാണെന്ന് പറയാനേ പാടുള്ളൂ. ഓക്കെ. ഇപ്പം നമ്മൾ ചാൻസ് കുറവാണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 വർഷം 2 വർഷം 4 വർഷം നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ട് പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫൈനലായിട്ട് IVF മിക്സി ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണ്. അല്ലാതെ ഒരു കുറച്ച് കുറവാണ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വരും എന്നുള്ളത് പറയാമെന്നല്ലാതെ ബാക്കി ഒരുപാട് കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ. പിന്നെ വൈഫിന് ഇതുപോലെ വൈഫിൻ്റെ സ്പേം കുറവാണ്, വൈഫ് 40 വയസ്സാവാൻ പോവുക. അപ്പോൾ അവളുടെ എന്തായാലും എഗ്ഗൊക്കെ വളരെ മോശമാകാൻ പോകും. അപ്പോൾ കുറച്ച് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. സ്പേം എന്തായാലും കുറവുണ്ട്. അപ്പോൾ യു ബെറ്റർ ഗോ ടു സം അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ. അങ്ങനെയാണ് തീരുമാനം എടുക്കുക. അല്ലാതെ ഒരു സ്പേമിൻ്റെ ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പേമിൻ്റെ കണ്ടീഷൻ മാത്രമല്ല അത് ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് വരിക. എല്ലാ വൈഫിൻ്റെ എഗ്ഗ്, അവരുടെ പ്രായം, അവർ ഒരുമിച്ച് താമസിക്കുന്ന ചാൻസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങൾ അവർക്കുണ്ടോ, എൻഡോമെട്രിയോസിസ് എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട് പെണ്ണുങ്ങൾക്ക് വരുന്നത്. അവർക്ക് വരുന്ന വേറെ ഒരു സീരിയസ് ആയിട്ട് അസുഖങ്ങളാണ്, അവർ കുട്ടികളുണ്ടാവാൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതൊക്കെയുള്ള ആൾക്കാർക്ക് നമ്മൾ സ്പേം കുറച്ച് കുറവാകുമ്പോൾ വിൽ ടേക്ക് അപ്പ് ഏർലി. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ നോക്കട്ടെ എന്ന് വെച്ചുകൊണ്ടിരുന്നിട്ട് ലേറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ട്രീറ്റ്മെൻ്റ് ഒന്നും ഫലിക്കാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ശരി ശരി. അല്ലാണ്ട് ഒരു ഇൻഡിവിജ്വലായിട്ട് സ്പേം അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമായിട്ട് ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്ന് പറയും. ശരി. അപ്പം നമുക്ക് ജനറലി ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ സ്പേമിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം? അല്ല, അത് ചെറിയൊരു ഇതെന്ന് വെച്ചാലേ ഇപ്പം എല്ലാവർക്കും ഒരു എക്സ്പോഷർ ഇല്ല ഡോക്ടർമാർക്ക്. ഒരു കൗണ്ട് കഴിഞ്ഞാൽ അപ്പം ഉടനെ ഡോക്ടർ പറയാമോ കൗണ്ട് ഇത്ര കുറവാണ്, നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി, കുറച്ച് കഴിയുമ്പോൾ കൗണ്ട് കൂടും. അൺഫോർച്ചുനേറ്റ്ലി പല ട്രീറ്റ്മെൻറ്റുകളും സ്പേംസിന് ഉള്ള ട്രീറ്റ്മെൻറ്റുകളും ഫലം കിട്ടില്ല. ബിക്കോസ് വി ഡോണ്ട് നോ
ആക്ച്വലി ടെസ്റ്റിസിൻ്റെ പാത്തോളജി ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും നമുക്കത്ര ഒരു 60-70% ഓഫ് സ്പേം കുറവുള്ളത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വെരി വെരി ബാഡ്. വളരെ ചുരുക്കം ഒരു 20-25% നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുള്ളൂ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക്. പിന്നെ പലപ്പോഴും ടൈം കാരണം കൊണ്ട് പ്രഗ്നൻസി കിട്ടുന്നതാണ്. കുറച്ച് ഒരുപാട് ഫീമെയിൽ നല്ലതാണ്, ഒരുപാട് ഈ മാസം അല്ലെങ്കിൽ ഒരു ചാൻസ് കുറേ നാൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മാസം ലക്കിലി നല്ലൊരു സ്പേം ഉള്ളിലോട്ട് കയറിപ്പോയി പ്രഗ്നൻസി കിട്ടുന്നതാണ്. അപ്പോൾ ടൈം ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തിരക്ക് ചാടിക്കയറി ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് അതർ ഫാക്ടേഴ്സ് ആർ ഗുഡ്, വി ക്യാൻ ഗീവ് സം ടൈം ടു മെയിൽ ഇൻഫെർട്ടിലിറ്റി. പിന്നെ അങ്ങനെ ഒരു ഇൻഡിവിജ്വലായിട്ട് കുറച്ച് മോർഫോളജി മോശമാണ്, കുറച്ച് മോട്ടിലിറ്റി കുറവാണ്, കുറച്ച് കൗണ്ടാന്നുള്ള ഒരു മെസ്സേജ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും അത് മാത്രമായിരിക്കില്ല, വേറെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ചിലപ്പം വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ തൽക്കാലം ബീജം നോക്കുന്നത് സ്വയംഭോഗം ചെയ്തിട്ട് എടുത്തു തരികയാണ്. ആ സ്വയംഭോഗം ചെയ്യുന്നത് അയാളുടെ മനസ്സിൽ എന്തായിരുന്നു, എത്രത്തോളം നല്ലതായിരുന്നു, ആ കളക്ഷൻ ഈസ് ബ്ലഡ് നോക്കുന്നത് മാതിരിയല്ല. ആ സമയത്ത് അയാളുടെ മെന്റൽ നേച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു, അയാൾ ടെൻഷനിലാണ് എടുത്തതെന്ന്, അതനുസരിച്ച് ഇതിലൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് സെമൻ നോക്കിയിട്ട് യു ഹാവ് ടു കൺഫേം ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദ സെമൻ. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ സെൻസിബിൾ. ഒരു സെമൻ റിപ്പോർട്ട് കണ്ടിട്ട് ഇത് നല്ലതല്ല, ഇതിന് മോട്ടിലിറ്റി. ചില ആൾക്കാർ കുറേ നാളുകൾ ബന്ധപ്പെടാതിരുന്നിട്ട് വരുമ്പോൾ നാച്ചുറലായിട്ട് സെമൻ്റെ ക്വാളിറ്റി കുറയുന്ന പറയാം. അത് ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ കേട്ടിട്ടില്ല നമ്മൾ, റെഗുലറായിട്ട് മുല കൊടുത്താൽ പാലുണ്ടാവുള്ളൂ. അതേമാതിരി തന്നെ റെഗുലറായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സെമൻ പാരാമീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഷുഡ് ബി യൂട്ടിലൈസ്ഡ്. ഒരു മെഷീൻ പുതിയത് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നത് മാതിരിയാണ്. അൺലെസ് ദേ ഹാവ് എ ഗുഡ് സെക്ഷൽ ഫ്രീക്വൻസി, സെമൻ പാരാമീറ്റേഴ്സിൻ്റെ അളവ് കുറയും. ഇതൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ് സെമൻ. ചിലപ്പോൾ അവർ കൂടുതലായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയ വേറൊരു നല്ല ഇഷ്ടമുള്ള പെണ്ണോട് കിട്ടി കൂടുതൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സെമൻ കൂടി. അങ്ങനെയൊക്കെ സംഭവിക്കും, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്രിട്ടിക്കലി അനലൈസ് ദ സെമൻ പാരാമീറ്റേഴ്സ്. ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് യെസ്, വെരി മച്ച്. ഗുഡ് സെമൻ പാരാമീറ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൽ ലൈഫും സെക്ഷൽ ഫ്രീക്വൻസിയാണ്. അതായത് നിങ്ങൾ പറഞ്ഞതാണ് എന്ത് ശരി. കാരണം സെക്ഷൽ ലൈഫ് ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ആരോഗ്യം വേണം. പക്ഷെ ഒരു സെക്ഷൽ പ്ലഷർ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കൊളീഗും ശരിക്കും നിങ്ങൾ പറഞ്ഞ മാതിരി ലവ് കൂടി ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യുള്ളൂ. എൻജോയ് ചെയ്താലാണ് സെക്ഷൽ ഫ്രീക്വൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഗുഡ് ഫാമിലി കപ്പിൾ, ഒരു ലവിങ് കപ്പിൾക്ക് ആക്ച്വലി ഒരു അതൊരു മരുന്ന് മാതിരിയാണ് സെമൻ പാരാമീറ്റേഴ്സ്. ആൻഡ് ഇപ്പോൾ PCOD എന്ന് പറയുന്നത് ഇപ്പോൾ ജനറലി നമ്മൾ ഒരുപാട് പെൺകുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ്. അതും ഈ പറഞ്ഞ പോലെ IVF ആയിട്ട് ട്രീറ്റ്മെൻറ്റ് തന്നെ ബാധിക്കാറുണ്ടോ? അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കേണ്ടതേ ഈ PCOD എന്ന് പറഞ്ഞ ഒരു ആക്ച്വലി ഒരു അനാവശ്യമായിട്ട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അസുഖമാണ്. ഡോക്ടറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും 100% അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. PCOD എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടില്ല അറിഞ്ഞൂടാ. സ്കാൻ ചെയ്യുന്ന സമയത്ത് ഓവറിയിൽ സാധാരണ കാണുന്നേക്കാൾ കൂടുതൽ ചെറിയ എഗ്ഗ് കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ കൂടെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരും. മെൻസസ് തെറ്റി ഡേറ്റിന് വരില്ല, വൈകി വരും, നേരത്തെ വരും, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവും. പിന്നെ ചില പേഷ്യൻസിന് അതിൻ്റെ കൂടെ തടി കൂടുതലായിരിക്കുന്ന പറയുന്നത്, അങ്ങനെയുള്ള കൂടുതൽ പേഷ്യൻസ്. ചിലർക്ക് ഹെയർ കൂടുതലുണ്ടാവും. ഈ 3-4 കാര്യങ്ങളാണ് PCOD ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതിലൊരു ചെറുപ്പക്കാരി കുട്ടികൾ, ഒരു അഡolescent ഏജിലുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ PCOD ഈസ് എ നോർമൽ ചേഞ്ചിങ് ഫേസ് ഓഫ് ലൈഫ് ഇൻ ദെയർ ലൈഫ്. അതായത് ഒരു മെൻസസ് ഇല്ലാത്തൊരു സ്ത്രീ കുട്ടിക്ക് മെൻസസ് വരാൻ തുടങ്ങുന്ന സമയത്ത് ബോഡി അഡ്ജസ്റ്റഡ് ആയിട്ട് ബോഡി തന്നെ ശരിയാക്കി എടുക്കുകയാണത്. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ് അറ്റ് ഓൾ. പിന്നെ ഹെർസൂട്ടിസം, അതായത് രോമം ഉണ്ടാവുന്നത്, അതിപ്പോൾ നമ്മൾ അഡൽട്ടിനും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്കും ചിലപ്പോൾ രോമം ഉണ്ടാവുന്നത്. ബിക്കോസ് ദ സെൻസിറ്റിവിറ്റി ടു ടെസ്റ്റോസ്റ്ററോൺ ലെവൽ ഈസ് മോർ. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഇതുണ്ടാവണം. പിന്നെ ഒബിസിറ്റി, തടിയുള്ളതുകൊണ്ട് PCO എന്ന് പറയുന്നത് വരെ ഇത് അതിൻ്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. പക്ഷെ മെലിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ PCOD കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ PCOD എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ് ചെയ്യാതെ തടിയുള്ളവർക്ക് തടി
ചികിത്സിക്കുക. മെൻസ്ട്രൽ കംപ്ലയിൻസ് കൂടുതലുണ്ടെങ്കിൽ അത് ചികിത്സിക്കുക. രോമം കൂടുതലുണ്ടെങ്കിൽ അത് നല്ല സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വിടുക എന്നല്ലാതെ അതും പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പെൺകുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മെയിനായിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് വരുന്ന സമയത്ത് PCOD എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. You make that correct that ovulation and give the message to the patient. സാധാരണ 14 ദിവസം കൂടുമ്പോൾ വരുന്നതിന് പകരം ചിലപ്പോൾ 20ാമത്തെ 40ാമത്തെ ദിവസം ആണ് ഓവുലേഷൻ വരുന്നത്. ചിലപ്പോൾ വരാതിരിക്കാം. നോർമലായിട്ട് ലേറ്റായിട്ട് ഓവുലേഷൻ വരുന്ന ആൾക്കാർക്ക് ആ സമയത്ത് ബന്ധപ്പെട്ടാൽ മതിയല്ലോ. ആ 14ാമത്തെ ദിവസം തന്നെ ബന്ധപ്പെടണം നിർബന്ധമൊന്നുമില്ല. അവരെ പർപ്പസ് എന്താണ്, കുട്ടികളുണ്ടാവണം. അത് ഓവുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർ ബന്ധപ്പെടണം, അല്ലെങ്കിൽ ബീജം നന്നായിട്ട് എത്തണം. അതിന് റെഗുലറായിട്ട് ബന്ധപ്പെട്ടത് പ്രോബ്ലം ഈസ് ഓവർ. ടു മച്ച് ഒരു PCOD എന്നും പറഞ്ഞിട്ട് അവർ പേടിപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ PCOD ചില പേഷ്യൻസിന് തീരെ ഓവുലേഷൻ ഉണ്ടാവാത്ത ആൾക്കാരുണ്ട്. അഫ്കോഴ്സ് ദേ നീഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഓവുലേഷൻ ഓൾസോ. ദാറ്റ്സ് ഓൾ. അല്ലാതെ വല്ലാതെ ഒരു PCOD എന്നും പറഞ്ഞിട്ട് വല്ലാതെ സ്ട്രെസ് കൊടുക്കുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പേഷ്യൻസോ പാരൻസോ അങ്ങനെ കൺസേൺ റേസ് ചെയ്യാറുണ്ടോ സാറിൻ്റെ അടുത്ത്? തീർച്ചയായിട്ടും. ഞങ്ങളത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് എനിക്ക് പേടി. PCOD ഫ്രൈറ്റൻ ചെയ്യുക പേഷ്യൻറ്റിനെ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാ ദിവസവും മരുന്ന് കൊടുക്കുക. 18 വയസ്സായ കുട്ടികൾക്കൊക്കെ മരുന്ന് കൊടുത്ത് അവർ മരിക്കുന്നവരെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവർ കൺവിൻസ് ചെയ്ത് PCOD കാരണം കൊണ്ടൊരു അസുഖം വന്നിട്ടോ ഒരാൾ മരിച്ചിട്ടുള്ളതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവരെ സിംറ്റംസ് PCOD എന്ന് പറയപ്പെടുന്ന ഒബിസിറ്റി ട്രീറ്റ് ചെയ്യാം. ഓവുലേഷൻ ഇല്ലാത്ത ആൾക്ക് ഓവുലേഷൻ്റെ കൊടുക്കുക. രോമം വരുന്നവർക്ക് അത് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനല്ലാതെ PCOD എന്ന് പറഞ്ഞിട്ട് പ്രോബ്ലി നമ്മുടെ ബോഡിയുടെ സെൻസിറ്റിവിറ്റി ടു ടെസ്റ്റോസ്റ്റെറോണോ അല്ലെങ്കിൽ ഇൻസുലിൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുടെ ചെറിയ വേരിയേഷൻ കൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്നല്ലാതെ നമുക്ക് അങ്ങനെ അതിനെ പിന്നാലെ പോവാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ സാറിനോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് കപ്പിൾസ് ഇപ്പോൾ നമ്മളുടെ ഈ പോഡ്കാസ്റ്റ് കാണുന്നതും അല്ലെങ്കിൽ പാരൻസ്, കപ്പിൾസിൻ്റെ പാരൻസ് ഒരുപാട് പേര് കാണുന്നുണ്ടോ? സോ അവർക്ക് സാറിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അഡ്വൈസ് എന്തായിരിക്കും സാർ? എന്തിനെ പറ്റിയിട്ട്? ലൈക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു കുട്ടീനൊക്കെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അല്ല, എനിക്ക് തോന്നുന്നത് റെഗുലറായിട്ട് ഒരുമിച്ച് താമസിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണ്ട. ഈ ഒരു 6 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ എത്ര നാളായി നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്, നിങ്ങളുടെ സെക്ഷൽ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽസ് വി ആർ സപ്പോസ് ടു. ഇപ്പം ഞങ്ങൾ 30 കൊല്ലം മുമ്പ് ഒരിക്കലും ഐ നെവർ യൂസ് ടു ആസ്ക് അബൌട്ട് ദർ സെക്ഷൽ ലൈഫ് ചോദിക്കേണ്ടി തോന്നാറില്ല. ഇപ്പോൾ ഒരു നിർബന്ധമായിട്ട് എനിക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ അവർ പറയുന്ന കഥകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ 3-4 വർഷം റെഗുലറായിട്ട് ദേ എൻജോയ് സെക്സ്, ദേ ഹാവ് എ ഗുഡ് സെക്ഷൽ ലൈഫ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ദാറ്റ് ടൈം ദേ അവോയ്ഡഡ് പ്രഗ്നൻസി. പിന്നെ അവർ വേറെ ശ്രദ്ധയായി കാർ മേടിക്കുന്നു, വീട് വെക്കുന്നു, അവരുടെ പേഴ്സണൽ കംഫർട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നു. നൗ ദേ ആർ വെരി മച്ച് കംഫർട്ടബിൾ ഇൻ ദെയർ ലൈഫ്, അതർ ലൈഫ് സ്റ്റൈൽ. നൗ വി ആർ ട്രൈങ് ഫോർ പ്രഗ്നൻസി എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, വാട്ട് ഡു യു മീൻ ബൈ ട്രൈ? അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 14 ദിവസം കലണ്ടറിൽ കാലത്തൊട്ട് വർക്ക് ചെയ്തിട്ട് 14ാമത്തെ ദിവസം കാലത്ത് തന്നെ ഒന്ന് വൈകുന്നേരം ബന്ധപ്പെടുന്നുള്ളത് പ്രിപ്പയർ ചെയ്യണം, പ്ലാൻ ചെയ്യുന്നു. എന്തിനാ പ്ലാൻ ചെയ്യുന്ന? സെക്സ് ഭാര്യയും ഭർത്താവും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സി വാട്ട് ഹാപ്പൻസ് ഫൈനലി, ഈ വൈകുന്നേരം ആകുമ്പോഴേക്കും പ്ലാൻ ചെയ്ത് ക്ഷീണിക്കും, എന്നിട്ട് ഇവർക്ക് ബന്ധപ്പെടാൻ തന്നെ പറ്റുന്നില്ല. സി ദാറ്റ് ലൈഫ് ഹാസ് ചേഞ്ച് ലൈക്ക് ദാറ്റ്. അതാണ് ദാറ്റ് ഈസ് എ വെരി കോമൺ. അവർ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെടുക, അല്ലാണ്ട് ബന്ധപ്പെടുമ്പോൾ കുട്ടികളുണ്ടാവണമെന്നല്ല. നാച്ചുറൽ പ്രോസസ് മാറി, ടോട്ടലി മാറി. ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി ബിഗ് ഡാമേജ് ഡൺ ടു ദി യങ് കപ്പിൾ നൗ. ഇറ്റ്സ് എ റോങ് തിങ്. ഇപ്പം ഞങ്ങൾ തന്നെ ഇങ്ങനെ 14ാമത്തെ ദിവസം 15ാമത്തെ ദിവസം ഒന്നും പറഞ്ഞു കൊടുക്കില്ല ഡോക്ടർമാരും. ഓവുലേഷൻ്റെ അന്ന് ബന്ധപ്പെടാൻ പറഞ്ഞു. ഐ തിങ്ക് ഇറ്റ്സ് ഗിവിങ് എ റോങ് മെസ്സേജ് ടു ദ പേഷ്യൻറ്റ്. Why should you have time the sex? Sex should be spontaneous. It should be regular. എന്നാലേ അവർ എൻജോയ് ചെയ്യുള്ളൂ, എന്നാലേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അതിൽ നിന്ന് എല്ലാവരും വിട്ട് മെക്കാനിക്കലായി മാറിക്കൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ദ ബിഗ് ഡാമേജ് ഡൺ ടു ദി കപ്പിൾസ് എന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. അങ്ങനെ ഒരു ഇത് കാര്യങ്ങൾ പിള്ളേരെ പഠിപ്പിക്കാതിരിക്കാൻ നല്ലത്. കുട്ടികൾ വേണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ബന്ധപ്പെട്ട് നോക്കട്ടെ. അവർ സക്സസ്ഫുൾ പ്ലഷറബിൾ സെക്ഷൽ ലൈഫ് ഉണ്ടായിരുന്ന 1 വർഷം താമസിക്കാനാണ് നമ്മൾ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഇവരെ 14ാം ദിവസം ബന്ധപ്പെട്ട് ട്രൈ ചെയ്യാനല്ല.
എൻ്റെ ഒരു ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് വാട്ട് ഡു യു മീൻ ബൈ ട്രൈങ് ഫോർ പ്രഗ്നൻസി? ഞങ്ങളൊന്നും ട്രൈ ചെയ്യേണ്ട എൻ്റെ അച്ഛനമ്മയൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയും നോർമൽ ലൈഫിൽ, മനസ്സിലായി? അങ്ങനെ ഒരു ഇത് വരാൻ പാടില്ല. ഇറ്റ്സ് എ വെരി റോങ് മെസ്സേജ് ടു ദി പബ്ലിക്. എപ്പോഴും ഗുഡ് സെക്ഷൽ ലൈഫ് കഴിഞ്ഞിട്ട് ഒരു വർഷം അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ 14-ാമത്തെ ദിവസം ഒരു കൊല്ലം ബന്ധപ്പെടാനല്ല ഉദ്ദേശം. പലപ്പോഴും അത് സക്സസ്ഫുൾ ആവില്ല എന്ന് മാത്രമല്ല സെമൻ പാരാമീറ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യും. പലപ്പോഴും അത് ഇൻകംപ്ലീറ്റ് ആവും. ദേ ഡെവലപ്പ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ആങ്സൈറ്റി കാരണം കൊണ്ട്. അവർ അതർ ഒരു സൈക്യാട്രിക് പേഷ്യൻസ് ആയിട്ട് മാറുകയാണ് പലപ്പോഴും. അവരുടെ റിലേഷൻ സ്പോയിൽ ചെയ്യും ഇങ്ങനെയൊക്കെ വരുമ്പോൾ. അവർ വൈഫ് ഈസ് നോട്ട് ഹാപ്പി വിത്ത് ദർ ഹസ്ബൻഡ് സെക്ഷൽ എറക്ഷൻ പ്രോസസ്സ് എന്നല്ലാതെ അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് കാര്യങ്ങളൊക്കെ. ദാറ്റ് ഷീസ് നോട്ട്. ഇപ്പോൾ യു ടേക്ക് യങ് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യന്മാർക്ക് ഇതൊന്നും ബാധകമല്ല. ഇപ്പോൾ കൂലിപ്പണിക്കാർക്കൊന്നും ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതോ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കൊക്കെ സംഭവിക്കുന്നുണ്ട്. ഈ പഠിച്ചു കഴിയുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എഡ്യൂക്കേഷൻ കൂടിയത് പ്രശ്നമായി സർ. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ഈസ് നോട്ട് പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഒരുപാട് സ്നേഹമുള്ള കപ്പിൾസിന് സ്നേഹമുള്ള കുട്ടികൾ ഉണ്ടാവട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, പലപ്പോഴും സ്നേഹം മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സ്നേഹം മാത്രം മതി. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്.